അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊടപിടിക്കുന്ന കേട്ടിട്ടില്ലേ? ഇതാ കണ്ടോളൂ കണ്ടോളൂ. ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന സ്ഥലം കൗൺസിലറായ ആർ ശ്രീലേഖയുടെ ആവശ്യം MLA VK പ്രശാന്ത് തള്ളി. അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതിന്റെ കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ടല്ലോ. റിട്ടയർ ആയിട്ടും പോലീസിന്റെ ബാധ ഒഴിയാത്ത ഇവരെങ്ങാനായിരുന്നു തിരുവനന്തപുരത്തിന്റെ മേയറെങ്കിൽ എന്റെ പൊന്ന താമ്പുരാനെ, തിരുവനന്തപുരം കോളം തോണ്ടി പോയേനെ കേട്ടോ. എന്താ ഇവരുടെ ഈ പ്രകടനത്തിന് പിന്നിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മത്സരിക്കാൻ വരുമ്പോ ഇവര് ആരോ പറഞ്ഞു പറ്റിച്ചു മേയർ ആക്കാമെന്ന്. അങ്ങനെ മേയർ ആവാൻ വേണ്ടി കുപ്പായൊക്കെ തുന്നിച്ച് ചെരുപ്പൊക്കെ വാങ്ങി ഉടുപ്പൊക്കെ വാങ്ങി റെഡി ആയിട്ട് കസേരയിൽ ഇരിക്കാൻ വേണ്ടി വന്നപ്പോ ഇളിബിയായി പോയി. എന്താ കാര്യം? മേയർ രാജേഷാണ്, VV രാജേഷ്. വല്ലതും പറയാൻ പറ്റും. എനിക്ക് സംശയം ഇവരെ പറ്റിച്ച ഷാജിസ് കറിയാണോന്ന്. ഷാജിസ് കറിയ പറഞ്ഞിരുന്നു ശ്രീലേഖ അല്ലാത്ത ഒരു മേയർ സ്ഥാനാർത്ഥിയില്ല, ഇവരെ തന്നെ മേയർ ആക്കുമെന്ന്. പക്ഷെ K സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെയാണ്, ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി VV രാജേഷ് ആണെന്ന്. അങ്ങനെ VV രാജേഷ് മേയറായി. എന്റെ ആളുകളും ഞാനും പക്ഷെ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും, അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് സഹിക്കണം. അയ്യേ, ഇത്രയും നാറുകളാണോ കൗൺസിലർ കാണാൻ വരുന്നത്? അയ്യയ്യേ, ഇത്രയും പ്രശ്നക്കാരപ്പുറത്ത് വരുന്നത്. സത്യത്തിൽ നമ്മൾ ഈ കണ്ടതൊക്കെ എന്താണെന്ന് മനസ്സിലായോ? തമാശ മാറ്റിവെച്ചൊന്ന് ചിന്തിച്ചേ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തുടങ്ങി വെച്ച ദിവസമാണ് ഇന്നലെ പ്രചാരണ ഉദ്ഘാടനം. മേയർ പദവി പോയ സ്ഥിതിക്ക് ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് മത്സരിക്കണം. എതിരാളി VK പ്രശാന്ത് ആകുമെന്ന് കരുതി കുതിര കയറി നോക്കിയതാ. അതാ നമ്മളൊക്കെ ഇന്നലെ കണ്ടത്. പലരും പറയുന്ന കേട്ടോ, അയ്യോ അനിയനെ പോലെ കണ്ട ശ്രീലേഖനെ VK പ്രശാന്ത് അപമാനിച്ചേന്ന്. നന്നായി പോയി എന്നേ പറയാനുള്ളൂ, നന്നായി പോയി. ഇതുപോലത്തെ പട്ടിഷോ കാണിക്കുമ്പോ VK പ്രശാന്ത് ശ്രീലേഖയ്ക്ക് കൊടുത്തത് കുറഞ്ഞു പോയി എന്ന അഭിപ്രായമാണിത്. രാഷ്ട്രീയമാണല്ലോ ഇത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, MLA കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഇവിടെ വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ആ വാടക കൃത്യമായിട്ട് അടച്ചിട്ടുമുണ്ട്. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. തെറ്റുപറ്റിയെന്ന് ഇപ്പൊ തന്നെ ശാസ്തമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ചില സത്യങ്ങൾ പറയട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നല്ലോ. അപ്പൊ BJP ഏതായാലും തിരുവനന്തപുരം പിടിച്ചു. അത് സംഭവിച്ചു, യാഥാർത്ഥ്യമായി. പിന്നെ നെഞ്ചത്തടിച്ചിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ലല്ലോ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അപ്പൊ പിന്നെ BJPക്ക് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഒരു മേയർ, BJP മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാവും. ഞാൻ ആദ്യം മുതലേ VV രാജേഷ് മേയർ ആവട്ടെ എന്ന് മനസ്സിലാഗ്രഹിച്ചു. കാരണം എന്താണെന്നറിയോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ഈ പകൽ അന്ത്യോളം വെള്ളം കോരാനൊക്കെ എപ്പോഴും പാർട്ടിക്കാർ തന്നെ വേണം. എല്ലാ പണിയും പാർട്ടിക്കാരെടുക്കണം. പട്ടിണി കിടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണം, പോസ്റ്റർ ഒട്ടിക്കണം, പിരിവ് നടത്തണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വാർഡിൽ കൗൺസിലറായി പോലും മത്സരിക്കാൻ അവസരം കിട്ടാത്ത എത്രയോ നിസ്വാർത്ഥരായ പാർട്ടി പ്രവർത്തകർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. CPM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. എന്നിട്ട് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ജയസാധ്യത എന്നൊക്കെ പേര് പറഞ്ഞ് പാർട്ടിക്കാർ എവിടെ നിന്നൊക്കെയോ ചില സെലിബ്രിറ്റികളെയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് മത്സരിപ്പിക്കും പല മണ്ഡലത്തിലും. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയും പോലെ അത്രയും കാലം ഊണും ഉറക്കവും ജീവിതവും കുടുംബവും കുട്ടികളെയും ഒക്കെ കളഞ്ഞ് പാർട്ടി പ്രവർത്തനം നടത്തിയവര് അപ്പൊ ആരാവും ശരിക്ക്? അത് ശരിയല്ല എന്ന് എല്ലാ കാലത്തും കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു രസത്തിനൊക്കെ നമുക്ക് പറയാൻ, അങ്ങനെ പാർലമെന്ററി വ്യാമോഹമൊന്നുമില്ല, ഇതിനൊന്നും വേണ്ടിയല്ല ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. പക്ഷെ സത്യം എന്താണ്, അർഹമായ സ്ഥാനം കിട്ടാതെ വരുമ്പോൾ വിഷമം തന്നെയാണ് ആ മനുഷ്യനും കണ്ടു നിൽക്കുന്നവർക്കും. അതുപോലെ തിരുവനന്തപുരത്തെ BJP പിടിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവിടുത്തെ പാർട്ടി പ്രവർത്തകർ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രകടനത്തിനോ സമരത്തിനോ പോലും 2 കൈവിരൽ എണ്ണാൻ പോലും ആളില്ലാത്ത പാർട്ടി. ചാനലിൽ വന്ന എല്ലാ ദിവസവും തേയല്, നമ്മളുടെയൊക്കെ വകയുള്ള പുച്ഛം പരിഹാസം. അവിടെ നിന്നും പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതിൽ പ്രധാന പങ്ക് VV രാജേഷിനുണ്ട്. ശ്രീലേഖയ്ക്ക് അതിൽ എന്ത് പങ്കാണുള്ളത്? ശ്രീലേഖ എന്ത് ചെയ്തു ഈ പാർട്ടിക്ക് വേണ്ടി? അപ്പോ മേയർ ആവേണ്ടത് പണിയെടുത്ത ആളാണ് VV രാജേഷാണ്, അല്ലാതെ മണ്ണും ചാരി നിന്ന IPSകാരിക്ക് എന്തിനാണ് ഈ മേയർ സ്ഥാനം കൊടുക്കുന്നതെന്ന് ഞാൻ ആദ്യം മുതലേ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ശ്രീലേഖ മേയർ ആവുന്നതാണ് കോൺഗ്രസിനും CPMനും നമ്മൾ മതേതരവാദികൾക്കൊക്കെ നല്ലതാ. തൃശ്ശൂർ സുരേഷ് ഗോപി കാണിക്കുന്ന തോന്നിയാസൊക്കെ കോമാളിത്തരം അവർ തിരുവനന്തപുരത്ത് കാണിക്കും. നമുക്കൊക്കെ ഒരു നേരം പോക്കാകും, പാർട്ടി ഒരു കോമാളിയായി മാറുകയും ചെയ്യും. എന്നാൽ VV രാജേഷ് മേയർ ആയത് BJPക്ക് നല്ല ഗുണം ചെയ്യാനാണ് സാധ്യത. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് പകരം K സുരേന്ദ്രനോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു BJPയിലെ പാർട്ടിക്കാരായിരുന്നു എങ്കിൽ ഇതായിരിക്കും അവസ്ഥ. പണിയെടുക്കാൻ അറിയാവുന്നതുകൊണ്ട് അവർ അവിടെ നടന്ന് പിന്നെ പണിയെടുക്കും, പാർട്ടി വളർത്തും. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അവര് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചേനെ. സുരേഷ് ഗോപി ആയതുകൊണ്ട് മതേതര കേരളത്തിന് നന്നായി.
BJP ഗുണമൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കതാ നല്ലത്. അതുപോലാണ് VV രാജേഷ് ആവുന്നത്. നമുക്കൊന്നും അത്ര നല്ല ഒന്നല്ല, പക്ഷെ അയാൾക്ക് പാർട്ടി വളർത്താനും മാന്യമായി പെരുമാറാനും ഒക്കെ അറിയാം. ശ്രീലേഖ ആയിരുന്നെങ്കിൽ നമുക്ക് എന്നും കോമഡി ഷോ കാണാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് തന്നെയാണോ? ഞാൻ ചിന്തിക്കുന്ന പോലെ ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടോ? കമന്റ് ഇടണേ. കഴിഞ്ഞ 10 വർഷവും കൗൺസിലർമാർക്കില്ലാത്ത പ്രയാസം ഇപ്പോൾ എങ്ങനെ വരുന്നു? അവിടെ കൗൺസിലർ ഓഫീസും ഇവിടെ MLA ഓഫീസും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പറഞ്ഞു വന്നത് അങ്ങാടിയിൽ തോറ്റേന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ മേയറുടെ കളസവും തൊപ്പിയും ഓഫീസും കൊടി വെച്ച വണ്ടിയൊക്കെ കൊതിച്ച് സ്വപ്നം കണ്ടിരുന്ന ശ്രീലേഖ ഒന്നും കിട്ടിയില്ല. കിട്ടിയത് ഒരു സാധാ കൗൺസിലറുടെ ഓഫീസ് റൂം. ആർക്കായാലും വികാരം വ്രണപ്പെടില്ലേ? പ്രത്യേകിച്ച് സംഖ്യകൾക്ക് വികാരം വ്രണപ്പെടൽ ഭയങ്കര കൂടുതലാണല്ലോ. എന്നാ പിന്നെ MLAയുടെ മേക്കിട്ട് അങ്ങോട്ട് കയറി ഫ്രസ്ട്രേഷൻ തീർത്ത് കളയാം എന്ന് കരുതി കൗൺസിലർ ശ്രീലേഖ ഇറങ്ങിയതാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31 തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ചിലപ്പോൾ ശ്രീലേഖ സൗഹൃദത്തിലൊക്കെ തന്നെയാകും പ്രശാന്തിനെ വിളിച്ച് ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തന്നേക്ക് വിട്ടോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ സൗഹൃദത്തിലൊക്കെ തന്നെയാകും. പക്ഷെ ശ്രീലേഖയെ വിറ്റ കാശ് പോക്കറ്റിലിട്ട് നടക്കുന്ന ആളാണ് നമ്മുടെ MLA VK പ്രശാന്ത്. ആ പറച്ചിലിൽ രാഷ്ട്രീയം മനസ്സിലാക്കാതിരിക്കാൻ, അദ്ദേഹം സംഖ്യയല്ല, ആ പറച്ചിലിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് ആൾക്കറിയാം. അദ്ദേഹം അതുകൊണ്ട് പ്രതികരിച്ചു. അത് നല്ലതായി. അതാണ് രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാനും പോകുന്നില്ല. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്. വിവാദമായപ്പോ ശ്രീലേഖയ്ക്ക് ഭയങ്കര നാണം വന്നു കാണും. യൂട്ടേൺ അടിച്ചു, പണി വാളി എന്ന് തോന്നിക്കാണും. മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി സ്നേഹ നാടകം കളിച്ചു. നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. ഞങ്ങള് എന്റെ അനിയൻ തന്നെയാണ്. എന്നാൽ മേയർ VV രാജേഷ് ശ്രീലേഖയെ പോലെ വിഡ്ഢിയല്ലെന്ന് തോന്നുന്നു. പക്വമായി പ്രതികരിക്കുന്നത് കണ്ടു. എന്തായാലും ശ്രീലേഖ ഇങ്ങനെ കോമാളിയായി നിൽക്കുന്നത് കൊണ്ട് രാജേഷിന് ഇമേജ് സംരക്ഷിക്കാനും നല്ല ആളായി നിൽക്കാനും കരുതും. ഇങ്ങനെ ദ്വന്ദ്ങ്ങൾ വരുമ്പോഴല്ലേ ഒരാൾ നല്ലത് ഒരാൾ ചീത്ത എന്ന് പറയാൻ പറ്റും മനുഷ്യർക്ക്. VK പ്രശാന്ത് MLA കീടു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം തിരുവനന്തപുരം നഗരത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ സുവർണ ഭരണ നേട്ടം കൊണ്ടാണ് ആര്യ രാജേന്ദ്രന് മേയർ ആവാൻ മാത്രം സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. എന്നാൽ ആര്യയ്ക്ക് പ്രശാന്തിന്റെ മികച്ച ഭരണം തുടരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരുന്ന് ആര്യക്കെതിരെ നിരന്തര പോരാട്ടം നടത്തിയ BJP അതുകൊണ്ട് ഭരണം പിടിക്കുകയും ചെയ്തു. തിരുവനന്തപുരം പോയി മക്കളെ. അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. ഇനി VK പ്രശാന്തിന്റെ ഓഫീസിന്റെ കാര്യം. കോർപ്പറേഷൻ പ്രശാന്തിന് വാടകയ്ക്ക് കൊടുത്ത റൂമാണിത്. അവർ ഒഫീഷ്യലി ഒഴിയാൻ പറഞ്ഞാൽ പ്രശാന്ത് അപ്പം ഒഴിഞ്ഞു പോയിക്കോളും. അതിന് ഈ പട്ടിഷോയുടെ കാര്യമൊന്നുമില്ല. അതിന് ശ്രീലേഖ IPS വന്ന് ഈ നാടകമൊന്നും കളിക്കേണ്ട ഒരു കാര്യമില്ല. VK പ്രശാന്ത് കടുത്ത രീതിയിൽ പ്രതികരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നന്നായി എന്നാ എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്ത് ഞാൻ കമന്റുകൾ കണ്ട് പ്രതികരിക്കണ്ടെന്ന്. എനിക്ക് നന്നായി എന്നാ തോന്നുന്നത്. അങ്ങനെയാണ് BJP നേരിടേണ്ടത്. അതിൽ ഒരു ഇളവും കൊടുക്കേണ്ട കാര്യമില്ല. ആ തരത്തിൽ BJP നേരിട്ട് വിജയിച്ച ആളാണ് VK പ്രശാന്ത്. അദ്ദേഹത്തെ രാഷ്ട്രീയം പഠിപ്പിക്കാനുള്ള വിവരമൊന്നും ഇപ്പൊ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അറിയാം BJP എങ്ങനെ നേരിടേണ്ടെന്ന്. VK പ്രശാന്ത് രാഷ്ട്രീയമായി തന്നെയാണ് ശ്രീലേഖയെ നേരിട്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചേട്ടൻ, അനിയൻ, അമ്മായി, അമ്മാവൻ, അച്ഛൻ ഇങ്ങനെയൊന്നല്ല. VK പ്രശാന്ത് തന്നെയാണ് ശരി. ഇതില് തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്നത് പലവിധ മേയർമാർ തമ്മിലുള്ള ഒരു മത്സരമാണ്. മുൻ മേയർ പ്രശാന്ത്, പോയ മേയർ ആര്യ രാജേന്ദ്രൻ, നിലവിലെ മേയർ VV രാജേഷ്, മേയർ ആവാൻ ആഗ്രഹിച്ച് പ്രതിപക്ഷ നേതാവ് പോലും ആകാത്ത ശബരി, പിന്നെ മേയർ കസേര കൊതിച്ചു നടന്ന് കിളി പോയ ശ്രീലേഖ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ആരാണ് മികച്ച രാഷ്ട്രീയക്കാരനെന്നും ഈ മേയർമാരിൽ ആരെയാണ് ജനം നെഞ്ചേറ്റിയതെന്നും സ്നേഹിക്കുന്നതെന്നും. അല്ലേ? ഇത്രയും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു മേയറെ തിരുവനന്തപുരം ജനത കണ്ടിട്ടില്ല. അല്ല ചങ്ങായിമാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരാണെന്ന് ചെല്ലുന്നിടത്തെല്ലാം പറഞ്ഞു നടക്കുകയാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ്. ശരി, സമ്മതിച്ചു. ഒരു ഭാഗത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുക. ശ്രീലേഖയ്ക്ക് അഹങ്കാരം വല്ലതുണ്ടോ? ഈ ആശാനാഥിന്റെ കയ്യിൽ അഹങ്കാരം അളക്കുന്ന എന്തോ മെഷീൻ ഉള്ളതുകൊണ്ടാണല്ലോ ഏറ്റവും അഹങ്കാരം ആര്യ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ശ്രീലേഖയുടെ അഹങ്കാരം എന്ന് അളന്ന് നോക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ മേയർ മോഹിയത്തിനെ പിടിച്ചാ കിട്ടൂല. എനിക്ക് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് VV രാജേഷിന് കൂടോത്രം ചെയ്യാൻ വരെ ശ്രീലേഖ മടിക്കില്ല എന്ന്. അതുപോലത്തെ കോമാളിത്തര കാണിച്ചുകൊണ്ടിരിക്കണേ. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, ആദ്യത്തെ വനിതാ DGP ആയിരുന്ന R ശ്രീലേഖ
നമ്മൾ ഒരു കാലത്ത് അഭിമാനിച്ചിരുന്നു ഇവരെ കുറിച്ച്. ഇങ്ങനെ കോമാളി ആയത് കാണുമ്പോൾ ചാളിപ്പ് തോന്നുന്നു കേട്ടോ. എന്തിടെ BJP-യിൽ പോകുന്നവരുടെയൊക്കെ കിളി ഇങ്ങനെ പാറി 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 പോകുന്നു, ടപ്പ് എന്ന് പറഞ്ഞ് പാറിപ്പോകുന്നു. എന്തായാലും BJP ഒന്നും കാണാതെയല്ല ശ്രീലേഖയെ മേയറാക്കാതിരുന്നത്. അവരുടെ കിളി പാറി എന്ന് ആദ്യം മനസ്സിലാക്കിയത് BJP തന്നെയാവും.